നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. SSLC പരീക്ഷ സാധാരണ നമ്മൾ എല്ലാവരും കേരളത്തിലെ എല്ലാവർക്കും ഇപ്പോഴും ഉള്ളൊരു പ്രശ്നം SSLC കുട്ടികളാണ് ഫോക്കസ് ചെയ്യുന്നത്. അതിനെക്കാട്ടി വലിയ പരീക്ഷകളായിട്ടുള്ള +1 +2കാരെയോ അല്ലെങ്കിൽ നമ്മൾ പിന്നെ അങ്ങോട്ട് പഠിക്കുന്ന BTech ആയാലും MBBS ആയാലും റിസൾട്ടുകളൊന്നും ആർക്കും വേണ്ട. നാട്ടുകാർക്കെല്ലാം വേണ്ടത് SSLCക്ക് എത്ര A+ ഉണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് ഈ പിള്ളേരെ ടെൻഷൻ അടിപ്പിച്ചാൽ കൊല്ലുക. അത് പണ്ടും ഇന്നും അതൊക്കെ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. ഇപ്പം പുത്തനായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസിൽ ഒന്ന് വന്നേക്കുന്നത് ഈ തവണത്തെ 2026 പബ്ലിക് എക്സാം മാർച്ചിൽ നടക്കുമ്പോൾ SSLC പരീക്ഷ കട്ടിയായിരിക്കും. കടുംകട്ടി എന്ന് പറയുമ്പം നമ്മളൊരു പെർസ്പെക്റ്റീവ് ഉണ്ട്. നമ്മൾ B.Ed M.Ed ഒക്കെ പഠിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ പാറ്റേൺ ഇങ്ങനെ ആയിരിക്കണം. അപ്പം 30% ക്വസ്റ്റ്യൻ എളുപ്പമുള്ളത്, 50% ആവറേജ്, ബാക്കി 20% കടുകട്ടി ക്വസ്റ്റ്യൻ, വെരി ഡിഫിക്കൽട്ട്. അന്നേരം ആവറേജ് ആകാം, ഈസി ആകാം, വെരി ഡിഫിക്കൽട്ട് ആകാം. ഈ രീതിയിലൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ മാർക്ക് മേടിക്കാൻ പറ്റത്തില്ല. പക്ഷേ അവിടെ ഒരു പ്രശ്നം, ഇത് കുട്ടികളെ ഭയങ്കര ബുദ്ധിമുട്ടിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് കാണുമെങ്കിലും നോക്കുന്ന അധ്യാപകർ വളരെ സിമ്പിളായി നോക്കിക്കഴിഞ്ഞാൽ പിള്ളേർക്കെല്ലാം മാർക്ക് കിട്ടും. അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ ഒരു ലെവലങ്ങ് പോകും. അല്ലാതെ നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ അതിനെ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുകയും അതിനനുസരിച്ച് അധ്യാപകർ വാല്യൂ ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ SSLCക്കും ഒരു വാല്യൂ വരും. അതിനൊരു കൃത്യമായിട്ടൊരു വാല്യൂ വരും. കൃത്യമായിട്ടുള്ളവരെ നല്ല മാർക്ക് കിട്ടത്തുള്ളൂ. ഒരുപാട് A+കളുടെ എണ്ണം വരത്തില്ല. അന്നേരം കുട്ടികൾക്കൊരു പഠിക്കാനൊരു ഇൻട്രസ്റ്റും ഒക്കെ വരും. എന്നാലും ഗവൺമെൻറ് ഇപ്പോൾ എടുത്തേക്കുന്ന തീരുമാനം അതനുസരിച്ച് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകളും എല്ലാം തയ്യാറാക്കി സ്കൂളുകളിലെല്ലാം കൊടുക്കുന്നുണ്ടെന്നാണ് ഗവൺമെൻറ് പറയുന്നത്. ഇപ്പോൾ എടുത്തേക്കുന്ന തീരുമാനം ഗംഭീരമാണ്. ഇത് ഈ രീതിയിൽ തന്നെ വാല്യുവേഷനും ഗംഭീരമാണെങ്കിൽ SSLC കുട്ടികൾ അർഹതയുള്ളവർ കൃത്യമായിട്ട് നല്ല മാർക്ക് മേടിക്കും. നമുക്ക് കാണാം 2026 റിസൾട്ട് വരുമ്പം അങ്ങനെയുള്ളവർക്ക് മാത്രമായിരിക്കും A+. അന്നേരം എല്ലാം തെറ്റിരിക്കുക. സൂക്ഷിച്ച് പഠിക്കുക, ഗംഭീരമായിട്ട് പഠിക്കുക, നിസ്സാരമാക്കി എടുക്കാതിരിക്കുക. ഓക്കെ, നെവർ എവർ ഗിവ് അപ്പ്.